ഡേ ചലഞ്ചിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായിരിക്കുന്നത് പവർ ടീമാണ്. പവർ ടീമിന്റെ ബാരിക്കേഡിനുള്ളിലാണ് 2 ബോംബുകൾ വന്ന് വീണത്. അത് എറിഞ്ഞത് ഡെൻ ടീമാണ്. ഡെൻ ടീം പറയുന്നത് 3-4 ബോംബുകൾ ഞങ്ങൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ 2 എണ്ണമേ അതിനുള്ളിൽ കാണുന്നുള്ളൂ. അവരെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെടുത്ത് എറിഞ്ഞു എന്നൊക്കെ ഡെൻ ടീം അവിടെ വാദിക്കുന്നുണ്ടായിരുന്നു. ജിൻഡോ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ 2 എണ്ണമേ ബാരിക്കേഡിനുള്ളിൽ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് 2 എണ്ണം തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നെസ്റ്റ് റൂമിന്റെയും അതുപോലെ ടണൽ റൂമിന്റെയും 2 പേരുടെയും ബാരിക്കേഡിന്റെ ഉള്ളിൽ ഒന്നും തന്നെ വീണിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ ഡെൻ റൂമിന്റെ വന്നിരുന്നത് ഒരെണ്ണമാണ് ബോംബ് ബാരിക്കേഡിനുള്ളിൽ വീണിരുന്നത്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായത് പവർ ടീമാണ്. 2 എണ്ണം ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല. അവിടെ നെസ്റ്റ് ടീമും അതുപോലെ തന്നെ ടണൽ ടീമും തമ്മിൽ ഇപ്പോഴും അവിടെ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ടണൽ ടീം എറിഞ്ഞ ഒരു ബോംബ് യെല്ലോ കളറിലുള്ള ബോംബാണ്, അതായത് ഡെൻ ടീമിന്റെ ബോംബാണ് എറിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അവിടെ യെല്ലോ കളർ കാണുന്നുണ്ട്. അവിടെ ദേഹത്ത് തട്ടിയിരുന്നു, മുഖത്ത് തട്ടിയിരുന്നു ഗബ്രിയുടെ. അപ്പൊ മുഖത്ത് കാണുന്നത് യെല്ലോ കളറാണ്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ചോദ്യമായിട്ട് നെസ്റ്റ് ടീം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ടണൽ ടീം അത് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിയാതെ സംഭവിച്ചതാവാം എന്നിപ്പോൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വന്തം ബോംബുകളല്ലാതെ മറ്റൊരാളുടെ ബോംബ് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നാണ് നെസ്റ്റ് ടീം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ടണൽ ടീം സോറി പറയുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സോറി പറഞ്ഞ് അത് അവസാനിപ്പിക്കാനാണ് ടണൽ ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ പവർ ടീം പുറത്തായി. ബാക്കി 3 ടീമുകൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഡെൻ ടീമിന് ഒരൊറ്റ ബോംബ് പോലും ബാക്കിയില്ല. ഇനി വരുന്ന നെസ്റ്റ് ടീമിനെയും ടണൽ ടീമിനെയും 4 ബോംബുകളാണ് ഇനി ബാക്കിയുള്ളത്.